നിങ്ങളുടെ കുഞ്ഞ് ഭക്ഷണം കാണുമ്പോൾ മുഖം തിരിക്കാറുണ്ടോ? ഒരു സ്പൂൺ പോലും കഴിക്കാൻ തയ്യാറാകുന്നില്ലേ? പല മാതാപിതാക്കളും നേരിടുന്ന ഒരു സാധാരണ പ്രശ്നമാണിത്. പക്ഷേ എല്ലാ സമയത്തും ഇത് വലിയ ആരോഗ്യപ്രശ്നത്തിന്റെ ലക്ഷണമാകണമെന്നില്ല. ഈ വീഡിയോയിൽ കുഞ്ഞ് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ സഹായിക്കുന്ന 10 ശാസ്ത്രീയവും പ്രായോഗികവുമായ ടിപ്പുകൾ പറയാം. അവസാനം പറയുന്ന ടിപ്പ് മിക്ക മാതാപിതാക്കൾക്കും അറിയാത്തതാണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. ടിപ്പ് 1. കുഞ്ഞിന് ശരിക്കും വിശപ്പുണ്ടോ? ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പ് ബിസ്ക്കറ്റ്, ജ്യൂസ്, പാൽ അല്ലെങ്കിൽ സ്നാക്കുകൾ കൊടുത്താൽ കുഞ്ഞിന് വിശപ്പ് കുറയും. അതിനാൽ പ്രധാന ഭക്ഷണത്തിന് മുമ്പ് ഇടയ്ക്കിടെയുള്ള ഭക്ഷണം പരമാവധി കുറയ്ക്കുക. ടിപ്പ് 2. ചെറിയ അളവിൽ തുടങ്ങുക. വലിയ പാത്രം നിറച്ചു കൊടുത്താൽ കുഞ്ഞ് ഭയപ്പെടാം. ചെറിയ അളവിൽ തുടങ്ങുക. കഴിച്ചാൽ വീണ്ടും നൽകാം. ചെറിയ വിജയങ്ങൾ കുഞ്ഞിന് ആത്മവിശ്വാസം നൽകും. വലിയ പാത്രം നിറച്ചു കൊടുത്താൽ കുഞ്ഞ് ഭയപ്പെടാം. ചെറിയ അളവിൽ തുടങ്ങുക. കഴിച്ചാൽ വീണ്ടും നൽകാം. ചെറിയ വിജയങ്ങൾ കുഞ്ഞിന് ആത്മവിശ്വാസം നൽകും. കൂടാതെ കുഞ്ഞിന് ഞാൻ കഴിച്ചു എന്നൊരു പോസിറ്റീവ് അനുഭവം ഉണ്ടാകും. ടിപ്പ് 3. ഭക്ഷണം നിറങ്ങളുള്ളതാക്കുക. കാരറ്റ്, ബീറ്റ്റൂട്ട്, ബ്രോക്കോളി, മത്തങ്ങ തുടങ്ങിയ നിറമുള്ള പച്ചക്കറികൾ ചേർത്ത് ഭക്ഷണം ആകർഷകമാക്കാം. കുട്ടികൾ ആദ്യം കണ്ണുകൊണ്ടാണ് ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത്. കാരറ്റ്, ബീറ്റ്റൂട്ട്, ബ്രോക്കോളി, മത്തങ്ങ തുടങ്ങിയ നിറമുള്ള പച്ചക്കറികൾ ചേർത്ത് ഭക്ഷണം ആകർഷകമാക്കാം. കുട്ടികൾ ആദ്യം കണ്ണുകൊണ്ടാണ് ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത്. അതിനാൽ നിറവും രൂപവും മാറ്റുന്നത് തന്നെ ഭക്ഷണത്തിൽ താൽപര്യം വർദ്ധിപ്പിക്കും. ടിപ്പ് 6. മൊബൈൽ ഉപയോഗിച്ച് ഭക്ഷണം കൊടുക്കരുത്. കാർട്ടൂൺ കാണിച്ചോ മൊബൈൽ കൊടുത്തോ ഭക്ഷണം കഴിപ്പിക്കുന്ന ശീലം പിന്നീട് വലിയ പ്രശ്നമാകും. കുഞ്ഞ് ഭക്ഷണത്തിന്റെ രുചിയും വിശപ്പും തിരിച്ചറിയാതെ പോകാം. ഇത് ദീർഘകാലത്ത് ശ്രദ്ധയും ഭക്ഷണശീലവും ബാധിക്കും. ടിപ്പ് 7. കുഞ്ഞിനെ സ്വയം കഴിക്കാൻ അനുവദിക്കുക. കുറച്ച് ഭക്ഷണം താഴെ വീണാലും വിഷമിക്കേണ്ട. സ്വയം കഴിക്കാൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണത്തോട് കൂടുതൽ താൽപര്യം ഉണ്ടാകുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് കുഞ്ഞിന്റെ മോട്ടോർ സ്കിൽസും മെച്ചപ്പെടുത്തും. ടിപ്പ് 8. നിർബന്ധിക്കരുത്. ഇത് കഴിച്ചില്ലെങ്കിൽ ശകാരിക്കും എന്ന രീതിയിലുള്ള സമീപനം ഒഴിവാക്കുക. ശാന്തമായ അന്തരീക്ഷത്തിൽ ഭക്ഷണം നൽകുക. നിർബന്ധം കുഞ്ഞിൽ ഭക്ഷണത്തോട് ഭയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ടിപ്പ് 9. ദിവസവും ഒരേ സമയത്ത് ഭക്ഷണം. ഒരു ഭക്ഷണക്രമം പാലിച്ചാൽ കുഞ്ഞിന്റെ ശരീരം ആ സമയത്ത് വിശക്കാൻ തുടങ്ങും. ഇത് നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തും. സ്ഥിരതയുള്ള റൂട്ടീൻ കുഞ്ഞിന്റെ ദഹനക്രമത്തെയും സഹായിക്കും. ടിപ്പ് 10. ഭാരം മാത്രം നോക്കരുത്. ഒരു ദിവസം കുഞ്ഞ് കുറച്ച് മാത്രം കഴിച്ചാലും കളിക്കുകയും വളരുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പലപ്പോഴും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ ഭാരം കുറയുകയോ തുടർച്ചയായി ഭക്ഷണം നിരസിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ശിശുരോഗ വിദഗ്ധനെ കാണുക. കുഞ്ഞിന്റെ മൊത്തത്തിലുള്ള വളർച്ചയാണ് പ്രധാനമായത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ഭക്ഷണം, വളർച്ച, ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. നിങ്ങളുടെ അനുഭവങ്ങളും കമന്റിൽ പങ്കുവെക്കൂ. അത് മറ്റുള്ള മാതാപിതാക്കൾക്കും സഹായകരമാകും. നന്ദി.